പഞ്ചാക്ഷരി മന്ത്രത്തിന്റെയും മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെയും ആഴത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഓം നമഃ ശിവായ. നമസ്കാരം ഭക്തജനങ്ങളെ. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ശിവഭക്തരുടെ ജീവിതത്തിൽ അതീവ പവിത്രവും അതിശക്തവുമായ രണ്ട് മഹാമന്ത്രങ്ങളെക്കുറിച്ചാണ്. പഞ്ചാക്ഷരി മന്ത്രം, ഓം നമഃ ശിവായ. കൂടാതെ മഹാമൃത്യുഞ്ജയ മന്ത്രം. ഈ രണ്ട് മന്ത്രങ്ങളും വെറും വാക്കുകളല്ല, ഇവ പ്രപഞ്ചത്തിന്റെ ആദിശബ്ദങ്ങളാണ്. ഓരോ വർഷങ്ങളായി ഋഷിമാർ ധ്യാനത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ദൈവിക ശക്തിയുടെ ശബ്ദരൂപങ്ങളാണ്. ഭക്തിയോടെയും വിശ്വാസത്തോടെയും ജപിക്കുന്ന ഒരാളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും മാറ്റിമറിക്കാൻ ഈ മന്ത്രങ്ങൾക്ക് കഴിയുമെന്ന് സനാതനധർമ്മം പഠിപ്പിക്കുന്നു. നമുക്ക് ആദ്യം പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കാം. പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ പ്രാധാന്യം. ഓം നമഃ ശിവായ. പഞ്ചാക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം 5 അക്ഷരങ്ങൾ എന്നാണ്. ന, മ, ശി, വ, യ. ഈ 5 അക്ഷരങ്ങൾ വെറും ശബ്ദങ്ങളല്ല, പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളാണ്. ന, ഭൂമി. ന, ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. ഭൂമി സ്ഥിരതയുടെയും ക്ഷമയുടെയും സഹനശക്തിയുടെയും പ്രതീകമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും തളരാതെ നിൽക്കാനുള്ള മാനസിക ശക്തി ഈ അക്ഷരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയെപ്പോലെ ക്ഷമയുള്ളവനും വിനയമുള്ളവനുമായി ജീവിക്കാനുള്ള പ്രചോദനമാണ് ന. മ, ജലം. ജലം ശുദ്ധീകരണത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമാണ്. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ദേഷ്യം, വിഷമം, അസൂയ, വെറുപ്പ് തുടങ്ങിയ വികാരങ്ങളെ അലിഞ്ഞുപോകാൻ സഹായിക്കുന്ന ശക്തിയാണിത്. ഒഴുകുന്ന ജലം പോലെ ജീവിതവും മുന്നോട്ടു പോകണമെന്ന് ഈ അക്ഷരം നമ്മെ പഠിപ്പിക്കുന്നു. ശി, അഗ്നി. അഗ്നി വെളിച്ചത്തിന്റെയും പരിവർത്തനത്തിന്റെയും ശക്തിയാണ്. അഹങ്കാരം, നെഗറ്റീവ് ചിന്തകൾ, ദോഷശീലങ്ങൾ എന്നിവയെ ദഹിപ്പിക്കുന്ന ആത്മീയ അഗ്നിയെ ശി പ്രതിനിധീകരിക്കുന്നു. ശിവൻ അജ്ഞാനത്തെ ദഹിപ്പിച്ച് ജ്ഞാനത്തിന്റെ പ്രകാശം നൽകുന്നവനാണെന്ന് ഈ അക്ഷരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വായു. വായു നമ്മുടെ പ്രാണശക്തിയാണ്. ഓരോ ശ്വാസത്തിലും ശിവന്റെ അനുഗ്രഹമുണ്ടെന്ന് തിരിച്ചറിയാൻ ഈ അക്ഷരം നമ്മെ സഹായിക്കുന്നു. ശ്വാസം നിയന്ത്രിക്കുമ്പോൾ മനസ്സും നിയന്ത്രണത്തിലാകുന്നു. അതിനാൽ തന്നെ ധ്യാനത്തിലും യോഗയിലും ഈ മന്ത്രത്തിന് അതീവ പ്രാധാന്യമുണ്ട്. യ, ആകാശം. ആകാശം അനന്തതയുടെ പ്രതീകമാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം ശരീരമല്ല, ആത്മാവാണെന്ന ബോധത്തിലേക്ക് ഈ അക്ഷരം നമ്മെ നയിക്കുന്നു. പരിമിതികളില്ലാത്ത ചൈതന്യവുമായി ലയിക്കാൻ സഹായിക്കുന്ന ശക്തിയാണ് യ. പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ. മനുഷ്യ ശരീരവും ഈ പഞ്ചഭൂതങ്ങളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രകൃതിദത്തമായ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കപ്പെടുന്നു എന്നാണ് ആത്മീയ പാരമ്പര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഈ മന്ത്രം ദിവസേന ജപിക്കുന്നവർക്ക് കൂടുതൽ സമാധാനവും ആത്മവിശ്വാസവും അനുഭവപ്പെടുന്നത് പല ഭക്തരും പങ്കുവെക്കുന്നത്. മനസ്സിന്റെ ശുദ്ധീകരണം. ഇന്നത്തെ ജീവിതത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് മാനസിക സമ്മർദ്ദമാണ്. ഉത്കണ്ഠ, ഭയം, ദേഷ്യം, നിരാശ, ഏകാന്തത. ഇതെല്ലാം മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. ഓം നമഃ ശിവായ എന്ന മന്ത്രം ഭക്തിയോടെ ആവർത്തിക്കുമ്പോൾ മനസ്സ് ക്രമേണ ശാന്തമാകുന്നു. ചിന്തകൾ വ്യക്തത നേടുന്നു. അകത്തെ അസ്വസ്ഥത കുറഞ്ഞ് സമാധാനം വർദ്ധിക്കുന്നു. ചക്രങ്ങളുടെ ഉണർവ്. യോഗശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ 7 പ്രധാന കേന്ദ്രങ്ങളുണ്ട്. ഇവയെ ചക്രങ്ങൾ എന്ന് വിളിക്കുന്നു. മന്ത്രത്തിന്റെ ശബ്ദതരംഗങ്ങൾ ഈ ചക്രങ്ങളെ ഉണർത്താൻ സഹായിക്കുമെന്ന് നിരവധി ആത്മീയ പാരമ്പര്യങ്ങൾ വിശദീകരിക്കുന്നു. ചക്രങ്ങൾ സന്തുലിതമായാൽ മനസ്സും ശരീരവും കൂടുതൽ ഉന്മേഷം അനുഭവിക്കും. സംരക്ഷണ കവചം. പഞ്ചാക്ഷരി മന്ത്രം സ്ഥിരമായി ജപിക്കുന്ന ഒരാളുടെ ചുറ്റും പോസിറ്റീവ് പ്രവർത്തനത്തിന്റെ ഒരു ആത്മീയ വലയം രൂപപ്പെടുന്നു എന്ന് വിശ്വാസമുണ്ട്. ഇത് നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മാനസിക അസ്വസ്ഥതകളിൽ നിന്നും ആത്മവിശ്വാസക്കുറവിൽ നിന്നും സംരക്ഷണം നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിലേക്ക് കടക്കാം. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ആഴത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഋഗ്വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പവിത്രമായ മന്ത്രങ്ങളിൽ ഒന്നാണിത്. ഭഗവാൻ ശിവന്റെ അത്രയംബക സ്വരൂപത്തെയാണ് ഈ മന്ത്രം ആരാധിക്കുന്നത്. ഈ മന്ത്രം മരണത്തെ ജയിക്കുന്ന മന്ത്രം എന്നും അറിയപ്പെടുന്നു. എന്നാൽ അതിന്റെ അർത്ഥം ശരീരമരണത്തെ ഒഴിവാക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. മരണഭയം, അജ്ഞാനം, ആത്മീയ ഇരുട്ട്, നിരാശ എന്നിവയെ അതിജീവിക്കാനുള്ള ശക്തിയാണ് ഈ മന്ത്രം സാധ്യത.
പഴുത്ത വെള്ളരിക്കയുടെ ഉപമ മന്ത്രത്തിലെ ഏറ്റവും മനോഹരമായ ആശയമാണ് ഇത്. പഴുത്ത വെള്ളരിക്ക വള്ളിയിൽ നിന്ന് യാതൊരു വേദനയുമില്ലാതെ സ്വാഭാവികമായി വേർപെടുന്നതുപോലെ ജീവിതാവസാനത്തിലും ആത്മാവിന് ഭയമില്ലാതെ പരമാത്മാവിൽ ലയിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ മന്ത്രം. ഇത് മരണത്തെ ക്ഷണിക്കുന്ന മന്ത്രമല്ല, മരണഭയത്തെ ജയിക്കുന്ന മന്ത്രമാണ്. ആരോഗ്യത്തിന്റെയും രോഗശാന്തിയുടെയും മന്ത്രം. നൂറ്റാണ്ടുകളായി നിരവധി കുടുംബങ്ങൾ രോഗികളുടെ സമീപത്ത് ഈ മന്ത്രം ജപിച്ചുവരുന്നു. ഈ മന്ത്രം ഭക്തിയോടെയും ഏകാഗ്രതയോടെയും ജപിക്കുന്നത് മനസ്സിന് ധൈര്യം നൽകുകയും പ്രത്യാശ വളർത്തുകയും ചെയ്യുമെന്ന വിശ്വാസമുണ്ട്. മാനസിക സമ്മർദ്ദം കുറയുമ്പോൾ ശരീരത്തിനും കൂടുതൽ ശാന്തത ലഭിക്കും. ആത്മീയ വിശ്വാസം പലർക്കും രോഗത്തെ നേരിടാനുള്ള മനോബലം നൽകുന്ന അനുഭവമാണ്. ദീർഘായുസ്സിനുള്ള പ്രാർത്ഥന. ഈ മന്ത്രത്തിൽ ദീർഘായുസ്സും ആരോഗ്യവും ദൈവകൃപയും അഭ്യർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഓരോ ദിവസവും അർത്ഥവത്തായി ജീവിക്കാനുള്ള ശക്തി ലഭിക്കട്ടെ എന്നതാണ് ഇതിന്റെ യഥാർത്ഥ സാരം. അപകടങ്ങളിൽ നിന്നും സംരക്ഷണം. അകാല മരണം, ദുരന്തങ്ങൾ, അപകടങ്ങൾ, അപ്രതീക്ഷിത പ്രതിസന്ധികൾ എന്നിവയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന ഭക്തന്റെ പ്രാർത്ഥനയും ഈ മന്ത്രത്തിലുണ്ട്. അതുകൊണ്ടാണ് യാത്രകൾക്ക് മുമ്പും രോഗാവസ്ഥയിലും പലരും ഈ മന്ത്രം ജപിക്കുന്നത്. ഭയത്തെ ഇല്ലാതാക്കുന്ന ശക്തി. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. പിന്നീട് പരാജയഭയം, ഭാവിയെക്കുറിച്ചുള്ള രോഗഭയം. മഹാമൃത്യുഞ്ജയ മന്ത്രം ആവർത്തിക്കുമ്പോൾ മനസ്സിൽ ധൈര്യവും സമർപ്പണവും വളരുന്നു. എന്ത് സംഭവിച്ചാലും ശിവൻ എന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് യഥാർത്ഥ ശക്തി. രണ്ട് മന്ത്രങ്ങളുടെ വ്യത്യാസം. പലർക്കും ഒരു സംശയമുണ്ട്, ഏത് മന്ത്രമാണ് കൂടുതൽ ശക്തിയുള്ളത്? യഥാർത്ഥത്തിൽ രണ്ടും വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കായുള്ളതാണ്. ഓം നമഃ ശിവായ ആത്മശുദ്ധിക്കും ധ്യാനത്തിനും ദൈനംദിന ആത്മീയ വളർച്ചയ്ക്കും ഏറ്റവും അനുയോജ്യമായ മന്ത്രമാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം. ആരോഗ്യം, ധൈര്യം, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനോബലം, സംരക്ഷണം എന്നിവയ്ക്കായി പ്രത്യേകമായി ജപിക്കപ്പെടുന്ന മഹാമന്ത്രമാണ്. അതുകൊണ്ട് രണ്ടിനെയും താരതമ്യം ചെയ്യേണ്ടതില്ല. രണ്ടും ശിവകൃപയിലേക്ക് നയിക്കുന്ന വഴികളാണ്. മന്ത്രജപം എങ്ങനെ ചെയ്യാം? രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ വൈകുന്നേരമോ ശാന്തമായ മനസ്സോടെ ഇരിക്കുക. ശിവന്റെ രൂപമോ ശിവലിംഗമോ മനസ്സിൽ ധ്യാനിക്കുക. ഓരോ മന്ത്രവും ഭക്തിയോടെയും വ്യക്തമായ ഉച്ചാരണത്തോടെയും ജപിക്കുക. എണ്ണത്തേക്കാൾ പ്രധാനമാണ് ഏകാഗ്രത. 5 മിനിറ്റെങ്കിലും ആത്മാർത്ഥതയോടെ ജപിക്കുന്നത് യാന്ത്രികമായി നൂറുകണക്കിന് പ്രാവശ്യം ജപിക്കുന്നതിനേക്കാൾ ആത്മീയമായി കൂടുതൽ അർത്ഥവത്തായ അനുഭവമാകാം. പ്രിയ ഭക്തജനങ്ങളെ, മന്ത്രങ്ങളുടെ യഥാർത്ഥ ശക്തി വാക്കുകളിൽ മാത്രമല്ല, അവ ജപിക്കുന്ന ഹൃദയത്തിലെ ഭക്തിയിലും വിശ്വാസത്തിലുമാണ്. ഓം നമഃ ശിവായ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ശിവതത്വത്തിലേക്ക് നയിക്കുന്നു. മഹാമൃത്യുഞ്ജയ മന്ത്രം നമ്മുടെ ഉള്ളിലെ ഭയത്തെ അകറ്റി ധൈര്യവും പ്രത്യാശയും ആത്മവിശ്വാസവും വളർത്തുന്നു. നിത്യജീവിതത്തിൽ കുറച്ച് സമയം ഈ മന്ത്രങ്ങൾക്കായി മാറ്റിവെക്കാം. ഈ വീഡിയോയിൽ പരാമർശിച്ച പഞ്ചാക്ഷരി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും ഭക്തിയോടെയും ഏകാഗ്രതയോടെയും ജപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 2 മന്ത്രങ്ങളുടെയും പൂർണ്ണമായ ജപം വീഡിയോയുടെ ലിങ്കുകളിലും വിവരണവും ആദ്യത്തെ കമന്റും നൽകിയിട്ടുണ്ട്. സമയം കണ്ടെത്തി ആ മന്ത്രങ്ങൾ പൂർണ്ണമായി കേൾക്കുകയും ഭക്തിയോടെ ജപിക്കുകയും ചെയ്യൂ. ഭഗവാൻ ശിവന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ആരോഗ്യവും ആത്മീയ ഉണർവും നിറക്കട്ടെ. ശിവനെ സ്മരിക്കാം, ഭക്തിയോടെ ജപിക്കാം. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ആരോഗ്യവും ആത്മീയ ഉണർവും നിറയട്ടെ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. പ്രിയ ശിവഭക്തരെ, ഭഗവാൻ ശിവന്റെ ഈ അനുഗ്രഹവചനങ്ങൾ കൂടുതൽ ഭക്തരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ ആത്മീയ അറിവുകളും ദിവ്യമന്ത്രങ്ങളുടെ മഹത്വവും ഭക്തി നിറഞ്ഞ ശിവഭജനങ്ങളും ദിവസവും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ അറിയിപ്പ് ആദ്യം തന്നെ ലഭിക്കുന്നതിന് ബെൽ ഐക്കോൺ അമർത്താനും മറക്കരുത്. ഭഗവാൻ ശിവന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും ആത്മീയ ഉണർവും നിറക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് ഭക്തിയോടെ ചൊല്ലാം. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ.